ൂടെയാണ് ആളുകളെ കയറ്റി കൊണ്ടുവന്നിരുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ തോണി സർവീസ് അവിടെ ലഭ്യമാണ്. അങ്ങോട്ടേക്ക് പൈസ കൊടുത്താൽ ഇങ്ങോട്ടും വരാം. ആ രീതിയിലാണ് തോണിയുടെ സർവീസ്. അത് സ്ഥലം അധികാരിക്കാണ് അതിൻ്റെ ലേലം വിളിച്ച് അതിൻ്റെ പൈസ പോകുന്നത്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നത് എന്ന് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പാണെങ്കിൽ ഇവിടെ പരമ്പരാഗതമായ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം തുണി വ്യവസായം, അതുപോലെ മൺകലം വ്യവസായം. ഇതൊക്കെ ജാതി വിഭാഗങ്ങൾ നടത്തിയാണ്. നമുക്കറിയാലോ, ഇപ്പോ തളിപ്പറമ്പ് തെരുവ് എന്ന് പറയുന്നത് ചാലിയ തെരുവാണ്. ചാലിയ വിഭാഗം തുണി ഉണ്ടാക്കി താമസിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ തെരുവുണ്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ അത് പുതിയ തെരുവായാലും ഏത് തെരുവായാലും നമുക്കതറിയാം. തളിപ്പറമ്പ് തെരുവ്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് തെരുവുകളുണ്ട്. ഇവിടെ തുണി വ്യവസായം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടുത്തെ തോർത്ത് വളരെയധികം പ്രചാരമുള്ള ഒന്നായിരുന്നു. തളിപ്പറമ്പ് തോർത്ത് എന്ന് പറയുന്ന തൃച്ചംബരം തോർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് അത് കയറ്റി പോയിരുന്നു. നമ്പൂതിരിമാരൊക്കെ വിശേഷപ്പെട്ട ഈ തോർത്ത് മാത്രമേ വാങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ പരമ്പരാഗതമായ വ്യവസായത്തില് വിള്ളൽ വീഴുകയും, അതുപോലെ കലം, തൃച്ചംബരം കലം എന്ന് പറയുന്നത് വളരെ അതിവിശിഷ്ടമായിട്ടുള്ളൊരു സാധനമാണ്. പലരും വാങ്ങിയിട്ടുള്ളതാണ്. അതോടൊപ്പം ലോഹ വ്യവസായം ഉണ്ടായിരുന്നു. അതാത് ജാതിക്കാരായിരുന്നു. പ്രത്യേകിച്ച് ചെമ്പ്, ഓട്, പിച്ചള തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് നമ്മൾ കാണാം, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവുന്നു. പിന്നെ ചെമ്പ്, ഓടും കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും വരുന്നു. അത് വ്യാപാരം നടത്താനും എല്ലാവരും വരുന്നു. അങ്ങനെ ഒരു മിക്സ് ചെയ്ത ഒരു സംസ്കാരത്തിലേക്ക് അത് മെല്ലെ മാറി. ഇതെല്ലാം അങ്ങനെ മാറി. ജാതിബദ്ധിതമായ ജാതി മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് വ്യാപാരം, അതുപോലെ വ്യവസായം, ഈ പറയുന്ന പരമ്പരാഗതമായ വ്യവസായങ്ങൾ ഈ ജാതിബദ്ധമായ ഈ കാര്യങ്ങളെ ജാതി അതീതമായ രീതിയിൽ, മത അതീതമായ രീതിയിലേക്ക് വ്യാപാരവും വ്യവസായവും ചെറിയ തൊഴിലും തൊഴിൽക്കൂട്ടങ്ങളും മാറി വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആധുനികത എന്ന് ഇവിടെ വിളിക്കാൻ പറ്റുക. അതോടൊപ്പം ബീഡി കമ്പനികൾ വീടി തിരക്കുന്നത് ഒരു ജാതിക്കാരായിരുന്നില്ല. എല്ലാ ജാതിക്കാരും, എല്ലാ മതസ്ഥരുമായ ആളുകൾ ബീഡി കമ്പനികളിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗതാഗതം ഇതിന്റെ ആക്കം കൂട്ടി. കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ ഈ സംവിധാനങ്ങളുടെയൊക്കെ ആക്കം കൂട്ടിയതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കൊപ്പം പുഴയിലേക്ക് പാലം വരുന്നത് 1958-ലാണ്. കുറ്റിക്കോൽ പുഴക്കൊരു പാലം വരുന്നത് 1952-ലാണ്. അതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങാടം പോലുള്ള സംഭവം. ഇപ്പോൾ നമ്മുടെ കമ്പനി സ്വാമിയുടെ ബസ് ഇവിടുന്ന് തളിപ്പറമ്പ് റോഡ് വരെ പോകുന്നത് കുപ്പം എത്തിക്കഴിഞ്ഞാൽ വലിയ ചങ്ങാടം ഉണ്ടാവും. ഈ ചങ്ങാടത്തിലേക്ക് ബസ്സങ്ങ് അങ്ങോട്ട് കയറ്റിയിട്ടാണ് പിന്നെ അടുത്ത കരയിലെത്തി പിന്നെ അവിടുന്ന് തളിപ്പറമ്പ് റോഡ് സ്റ്റേഷൻ വരെ പോയി തിരിച്ചും വരുന്നത്. അങ്ങനെയായിരുന്നു, ആ ഒരു രൂപത്തിലായിരുന്നു. അതുപോലെ അന്നിവിടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കമ്പനി സ്വാമി തന്നെ, ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ അദ്ദേഹം ആയിരിക്കണം. അതുപോലെ നമ്മൾ കരിമ്പം എസ്റ്റേറ്റിന്റെ മാനേജർ. ഈ കരിമ്പം തോട്ടം 1905-ലാണ് ആരംഭിക്കുന്നത്. മെല്ലെ 1935 അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലെത്തി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് സർക്കാർ ഫാമാക്കി മാറ്റി. അപ്പോൾ അതിന്റെ മാനേജരും കുതിരപ്പുറത്ത് സവാരി ചെയ്ത ആളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഒരു ബസ് സർവീസ്, റെഗുലർ ബസ് സർവീസ് തുടങ്ങുന്നത് കൂമ്പക്കര അച്യുതൻ, അതുപോലെ എടച്ചര ഉദയനൻ തുടങ്ങിയിട്ടുള്ള 2 വ്യക്തികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1961 മലമ്പ്രദേശങ്ങളിലൊക്കെ ബസ് സർവീസ് വരുന്നത്. അതിനു മുമ്പ് ഇവിടുന്ന് വളവട്ടണം വരെ ആണ് ബസ് സർവീസ്. വളവട്ടണത്തിനും പാലം വന്നതിന് ശേഷമാണ് കണ്ണൂർ വരെയുള്ള സർവീസ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഈ ഗതാഗത സംവിധാനം, അതുപോലെ ചെറിയ ആധുനിക വ്യവസായങ്ങളുടെ ആരംഭം, ഇതൊക്കെ തളിപ്പറമ്പിന്റെ പഴയകാല ജീവിതം, പരമ്പരാഗത സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയും ഒരു ആധുനിക ജീവിതത്തിലേക്ക് തളിപ്പറമ്പിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും അതോടുകൂടി കുറെ മാറ്റങ്ങൾ വന്നു. പരമ്പരാഗതമായി ഈ ഓരോ ജാതിയിലും ഉണ്ടാകുന്ന വൈദ്യന്മാർ എന്ന അവസ്ഥ മാറി. അലോപ്പതിയിൽ പുതിയ ഡോക്ടർമാർ വരുന്നു.
പ്രത്യേകിച്ച് ഇവിടെ പരമ്പരാഗത വൈദ്യന്മാരെന്ന് പറയുന്നത് കടമ്പേരിയുള്ള ഒരു കിലേരി വൈദ്യരും അതുപോലെ ചെറിയൽ വൈദ്യരും ഇപ്പോൾ വീണുപോയാൽ പെട്ടെന്ന് തുന്നിക്കെട്ടുന്ന പരിപാടിയില്ല, അദ്ദേഹത്തിൻ്റെ ചികിത്സയാണ്. അപ്പോൾ ചെറിയൽ വൈദ്യർ, മലിക്കൽ വൈദ്യർ തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത വൈദ്യന്മാർ അതൊക്കെ മാറി ഇവിടെ പുതിയ, പ്രത്യേകിച്ച് നമ്മുടെ ഗോവിന്ദ മേനോൻ എന്ന് പറയുന്ന ആദ്യത്തെ ഇവിടുത്തെ ഒരു ഡോക്ടർ, അത് കഴിഞ്ഞ് കുഞ്ഞമ്പ് നായർ, ഡോക്ടർ അസീസ് തുടങ്ങിയിട്ടുള്ള ആദ്യകാല ഡോക്ടർമാർ, ഇത് ഇവിടുത്തെ പരമ്പരാഗത വൈദ്യ സമൂഹത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കുകയും പുതിയ വൈദ്യ രൂപം ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ആധുനിക വൈദ്യ സമൂഹം ഇവിടെ രൂപപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഇത് മാറി മാറി കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ വലിയൊരു മുഖം നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് ഈ ഒരു കാലത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് 1920-കൾക്ക് ശേഷം 1930 കൂടി നമുക്ക് അത് കുറെ കൂടി ശക്തിപ്പെടുന്ന കാണാം. ഇപ്പൊ മൂത്തേടത്ത് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഇവിടെ വന്നപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മാറ്റം ഉണ്ടായി. 1925-ലാണ് മൂത്തേടത്ത് സ്കൂൾ വരുന്നത്. അതിനു മുമ്പ് അതുപോലെ മറ്റൊരു സ്കൂൾ BM സ്കൂളാണ്. 1892-ൽ BM സ്കൂൾ വരുന്നത്. മൂത്തേടത്ത് വരുന്ന 25-ലെ SLC ആണ്. മൂത്തേടത്ത് സ്കൂൾ വരുന്ന 1894-ലാണ്, 2 വർഷങ്ങൾക്ക് ശേഷം. BM വന്ന് 2 വർഷങ്ങൾക്ക് ശേഷം മൂത്തേടത്ത് സ്കൂൾ വരുന്നത്. ഈ സ്കൂളുകൾ എന്നത് പിൽക്കാലത്ത് കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ കേന്ദ്രവുമായി മാറുന്നു. കാരണം കൂടുതൽ ആളുകൾ കാര്യങ്ങൾ പഠിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനൊക്കെ എതിരായിട്ടുള്ള ചിന്തകൾ മുളക്കുന്നതും യഥാർത്ഥത്തിൽ ഈ സ്കൂളുകളുടെ വരവോടുകൂടിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സ്കൂളുകൾ ആധുനികതയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രമായിട്ട് മാറുന്നു. ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ മൂത്തേടത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരായിട്ടുണ്ട്. അതിലൊരു ആള് VR കൃഷ്ണയ്യരുടെ അച്ഛൻ്റെ അച്ഛനായിരുന്നു. VR കൃഷ്ണയ്യരുടെ അച്ഛൻ പ്രഗത്ഭനായ വക്കീലാണ്, രാമയ്യർ, ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ അച്ഛൻ മറ്റൊരു കൃഷ്ണയ്യരാണ്. ഈ കൃഷ്ണയ്യർ ഇവിടെ പ്രധാന അധ്യാപകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. EK നായനാരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് 1930 ഉപ്പ് സത്യാഗ്രഹ ജാഥയോടനുബന്ധിച്ചാണ്. 1930-ലാണ് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ വരുന്നത്. അതിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കുക, ചിലപ്പോൾ ചില അധ്യാപകർ ഇവരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. 1939-ലെ ബക്കളം സമ്മേളനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. 1939-ലെ ബക്കളം സമ്മേളനം എന്ന് പറയുന്നത് 28-ലെ പയ്യന്നൂർ സമ്മേളനത്തിന് ശേഷം നടന്ന ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പ്രസ്ഥാനത്തിലെ നാഴികക്കല്ലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിലൊക്കെ ഇവിടെയുള്ള ആളുകൾ നിരവധി പങ്കെടുത്തു. അതുപോലെ ചില പത്രങ്ങൾ, ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, മാതൃഭൂമി പത്രം, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ എന്ന് പറയുന്ന പത്രം, ഏറ്റവും കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള ഈ 2 പത്രങ്ങളും ഈ പ്രദേശത്തെ ആളുകൾ കൂടുതൽ വായിച്ചു. ഇത് കൂടുതൽ വായിക്കപ്പെട്ടു. ഇത് ഈ പ്രദേശങ്ങളിൽ കാര്യമായി പ്രചരിച്ചു. ഇതിന്റെ ലേഖകർ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ PV അച്യുതൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെയൊക്കെ ലേഖകൻ, അല്ലമീന്റെയും മാതൃഭൂമിയുടെയും ലേഖകനായിരുന്നു അച്യുതൻ നമ്പ്യാർ. അപ്പോൾ അദ്ദേഹം ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിക്കാനും, എല്ലാ മതവിഭാഗത്തിലും ജാതി വിഭാഗത്തിലും പെട്ട ആളുകളെ കൂട്ടിയോജിപ്പിക്കാനും ഒന്നിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് നയിക്കാനും ഒക്കെ അച്യുതൻ നമ്പ്യാരെ പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് 1940-ലെ മോറാഴ കേസിൽ പ്രതിയാവുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്തപ്പോഴാണ് അതിന് പകരം പുതിയ ആളുകൾ ഈ പത്രപ്രവർത്തന രംഗത്തൊക്കെ വന്നത്. കളിപ്പറമ്പിലെ പത്രപ്രവർത്തനമൊക്കെ നോക്കിയാൽ ഒരുപാട് ആളുകൾ, പല പ്രഗത്ഭരായ ആളുകൾ, ഇപ്പോൾ പട്ടുവൻ രാഘവനെ പോലുള്ള ആളുകൾ, അതുപോലെ BB നാരായണൻകുട്ടിമാരെ പോലുള്ള ആളുകളൊക്കെ നമുക്ക് പിൽക്കാലത്ത് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ പത്രപ്രവർത്തന രംഗത്ത് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ പറ്റും. ഞാനത് നീട്ടുന്നില്ല, കാരണം എല്ലാ മേഖലകളിലും, സർവതല സ്പർശിയായ മേഖലകളിൽ, ആധുനിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ തളിപ്പറമ്പിന് സാധിച്ചു. ഒരു വ്യാപാര നഗരം എന്ന നിലയിൽ ഇത് പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അത് വളരാൻ തുടങ്ങി.
പഴയകാല സമൂഹത്തിന്റെ ഒരുപാട് കെട്ടുപാടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയ ആധുനിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തളിപ്പറമ്പിന്റെ എല്ലാ മേഖലകളിലുള്ള ആളുകൾക്ക് സാധിച്ചു. അങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ ഇപ്പൊ സർ സയ്യിദ് കോളേജിനെ പോലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പേരിൽ ഇവിടെ ഒരു കോളേജ് വരികയും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും പഠിക്കാൻ സാധിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ കയറാൻ അവരെ അത് സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എല്ലാ മേഖലകളിലും തളിപ്പറമ്പിന് അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, തളിപ്പറമ്പ് NES ബ്ലോക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്കായിരുന്നു. കാരണം എല്ലാ പരീക്ഷണങ്ങളും നടത്തിയത് ഇവിടെയായിരുന്നു സർക്കാർ. കാരണം ഈ ബ്ലോക്കിനുള്ള ഒരു പ്രത്യേകത മലയോരവും കടലോരവും രണ്ടും ലഭിക്കുന്ന ഒരു ബ്ലോക്കായിരുന്നു. കാരണം അത് അങ്ങ് ചെറുകുന്ന് വരെ കടലോര മേഖലയെയും അതുപോലെ അങ്ങ് മലയോര മേഖലയെയും രണ്ടും ഈ ബ്ലോക്കിന്റെ അതിർത്തിയിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് എല്ലാ ആദ്യ പരീക്ഷണങ്ങളും സർക്കാർ നടത്തുന്ന, പ്രത്യേകിച്ച് പല മേഖലകളിലും സർക്കാർ നടത്തുന്ന എല്ലാ ആദ്യ പരീക്ഷണങ്ങളും ഈ ബ്ലോക്കിലായിരുന്നു നടത്തിയിരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് പഴയ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ പ്രാദേശിക ചരിത്രത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ തളിപ്പറമ്പിൽ നിന്നും പഠിക്കാനുണ്ട്. അത് നേരത്തെ നാരായണൻ മാഷോട് സൂചിപ്പിച്ചതുപോലെ അതിനാവശ്യം വസ്തുതാപരമായ പഠനവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ആണ്. അതിന് വളരെ അധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. ഒരു പ്രദേശം എന്ന നിലക്ക് ഇത് എൻ്റെ പ്രദേശമാണ് എന്നുള്ളതുകൊണ്ട് അതിനെ പെരുപ്പിച്ച് പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നത് ആധുനിക കാലത്ത് ചരിത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതെ നമ്മൾ യഥാർത്ഥ വസ്തുത കഥനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായി നല്ലൊരു ടീമിനെ സജ്ജമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വളരെ കൃത്യമായി തളിപ്പറമ്പിന്റെ പരമ്പരാഗതമായ സമൂഹത്തിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഒരു ദൂരം, അത് വ്യാപാര മേഖലകളിലൂടെ ആവട്ടെ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ, വൈദ്യ, മറ്റു തുടങ്ങിയ വ്യാപാര മേഖലകളിലാവട്ടെ, അതിലൂടെയുള്ള കൃത്യമായ ഒരു മാറ്റങ്ങൾ സാർ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു തന്നു. ഇനി അടുത്തതായി ഇതിന് കീഴിലുള്ള ഒരു പേപ്പർ അവതരിപ്പിക്കാനുള്ളത് തളിപ്പറമ്പിന്റെ നവോത്ഥാന മുന്നേറ്റം, മുസ്ലിം ലീഗിന്റെ ഇടം. വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലൂടെയുള്ള പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബുസ്താനുലും മാണിയൂരിലെ ഗവേഷകനായ മുഹസിൻ വേഷാനെ ക്ഷണിക്കുന്നു. 10 മിനിറ്റാണ് സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വേദിയിൽ ചെയർ പേപ്പർ അവതരിപ്പിച്ച പ്രിയങ്കരന ഡോക്ടർ മോഹൻദാസ് മാസ്റ്റർ, അതുപോലെ തന്നെ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമി അധ്യാപകർ, ഇവിടെ മറ്റു വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ഞാനിവിടെ തയ്യാറാക്കിയ പ്രബന്ധത്തിൻ്റെ വിഷയം എന്നുള്ളത് തളിപ്പറമ്പിൻ്റെ നവോത്ഥാന മുന്നേറ്റം, മുസ്ലിം ലീഗിൻ്റെ ഇടം എന്ന വിഷയമാണ്. തളിപ്പറമ്പ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ, തലശ്ശേരി, വളപട്ടണം പോലുള്ള പട്ടണങ്ങൾ പൈതൃക നഗരികളായി മാറുമ്പോൾ, പൈതൃക നഗരികളായി എണ്ണുമ്പോൾ അതിൽ നമ്മൾ വിട്ടുപോയ ഒരു പ്രദേശമായിട്ടാണ് തളിപ്പറമ്പിന് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള അവസരത്തിൽ തളിപ്പറമ്പ് പൈതൃക സമ്മേളനം എന്നൊരു പരിപാടി എന്തുകൊണ്ടും ഈ ഒരു കാലത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ആദ്യമായി പറയുന്നു. തളിപ്പറമ്പ് നഗരത്തിനോളം പഴക്കമുണ്ട് തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് സാന്നിധ്യത്തിന്. തളിപ്പറമ്പ് വളരുന്നതോടൊപ്പം മുസ്ലിം ലീഗും തളിപ്പറമ്പിൽ വളരുകയായിരുന്നു. അങ്ങനെ തളിപ്പറമ്പിന്റെ നാനാ തുറകളിലുള്ള വികസനപരമായും അല്ലെങ്കിൽ മറ്റുള്ള മുന്നേറ്റങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള പങ്കുകളെ ചെറിയ രീതിയിൽ ഒന്ന് വരച്ചു കാട്ടുകയാണ് ഈ ഒരു പ്രബന്ധത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തളിപ്പറമ്പ്, കിയാറ്റൂർ, തൃച്ചംബരം, കുപ്പം, തളിപ്പറമ്പ് എന്നീ 4 അംശങ്ങൾ ചേർന്നൊരു പ്രദേശമായിരുന്നു. 1990 വരെ അത് തളിപ്പറമ്പ് പഞ്ചായത്തായി
അറിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പിന്നീടാണ് തളിപ്പറമ്പ് നഗരസഭയായി ഈ ഒരു ഭാഗം വികസിക്കുന്നത്. ഇന്ന് തളിപ്പറമ്പ് നഗരസഭയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായി തളിപ്പറമ്പ് മാറിയിരിക്കുകയാണ്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി തുടങ്ങി താലൂക്ക് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, DYSP കാര്യാലയം പോലുള്ള ഉന്നത നീതിന്യായ കാര്യാലയങ്ങൾ ഇന്ന് തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ സർ സെയ്ദ് കോളേജ്, സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട്, KE സാഹിബ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്, മുത്തേടത്ത് ഹൈസ്കൂൾ, അതുപോലെ തന്നെ സർ സെയ്ദ് സ്കൂള്, CD സാഹിബ് സ്കൂള്, ടാഗോർ വിദ്യാനികേതൻ സ്കൂൾ പോലുള്ള ഒട്ടനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തളിപ്പറമ്പ് നഗരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ചേർന്ന് വസിക്കുന്ന ഒരു നഗരമായിട്ടാണ് നമുക്ക് തളിപ്പറമ്പിനെ കാണാൻ സാധിക്കുക. ഇവിടെയുള്ള തൃച്ചംബരം ക്ഷേത്രത്തിന്റെ ഉത്സവം തളിപ്പറമ്പുകാരുടെ ദേശീയ ഉത്സവമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതായത് ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചന്തകളിൽ പൂർണ്ണമായും ഏകദേശം ചന്തകൾ നടത്തുന്നതും മുസ്ലിം വിഭാഗക്കാരായിരുന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു പട്ടണം കൂടിയാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിലെ വിവിധ മേഖലകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടപ്പായ വികസന മുന്നേറ്റങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിലൊക്കെ ചെറിയൊരു പങ്കെങ്കിലും എല്ലാ കാര്യങ്ങളിലും മിക്ക കാര്യങ്ങളിലും മുസ്ലിം ലീഗ് പാർട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിന്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചാൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കാലത്ത്, അതായത് ഖായിദെ അസം ജിന്ന സാഹിബിന്റെ കാലത്ത് തന്നെ 1938 രൂപം കണ്ട ഒരു പ്രാദേശിക കമ്മിറ്റിയാണ് തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി. അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ മുസ്ലിം ലീഗ് ഫണ്ടിലേക്ക് വെള്ളിയുണ്ടകൾ നൽകാൻ വേണ്ടി ഖായിദെ അസം ജിന്ന സാഹിബ് ആഹ്വാനം ചെയ്തപ്പോൾ അത് വളരെയധികം ആഹ്ലാദപൂർവ്വം ഏറ്റെടുത്തൊരു മണ്ണും കൂടിയാണ് തളിപ്പറമ്പ്. PP മുഹമ്മദ് കുഞ്ഞാജി, പാലക്കോട് മുഹമ്മദ് കുഞ്ഞാജി, കഴക്കൂൽ ഹുസ്സനാജി തുടങ്ങിയ ആദ്യകാല നേതാക്കളായിരുന്നു അക്കാലത്ത് തളിപ്പറമ്പിന്റെ മുന്നേറ്റങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വഹിച്ചിട്ടുള്ളത്. പിന്നീട് ഇത്തരത്തിലുള്ള നേതാക്കളാണ് തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിന് വേറിട്ടതും അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ നയിച്ചതും. എങ്കിലും തളിപ്പറമ്പ് എന്നെന്നും ഓർക്കുന്ന തളിപ്പറമ്പിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള 2 മുസ്ലിം ലീഗ് നേതാക്കളാണ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനും. ഇവരുടെ ത്യാഗനിർഭരമായ പല പ്രവർത്തനങ്ങളും തളിപ്പറമ്പ് നഗരത്തിനും പ്രത്യേകിച്ച് തളിപ്പറമ്പ് നിവാസികൾക്കുമൊക്കെ വളരെയധികം ഉപകാരം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ആധുനിക തളിപ്പറമ്പിന്റെ ശില്പി എന്ന പേരിലാണ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അറിയപ്പെടുന്നത്. അദ്ദേഹം 2017 മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ ഒരു വിടവ് ഇന്നും തളിപ്പറമ്പിന്റെ വിവിധ മേഖലകളിൽ മുഴച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു വിടവ് ഇതുവരെ നികത്താൻ സാധിച്ചിട്ടില്ല. തളിപ്പറമ്പിൽ തന്നെ അക്കാലത്ത് ഭൗതിക വിദ്യാഭ്യാസത്തോട് മുഖംതിരിവ് നിന്നൊരു സമുദായത്തിൽ നിന്ന് അക്കാലത്ത് ആദ്യമായി തളിപ്പറമ്പിലെ ഒരു ഉന്നത ബിരുദധാരിയായിട്ടാണ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററെ നമുക്ക് കാണാൻ സാധിക്കുക. മുത്തേടത്ത് ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി അദ്ദേഹം പിന്നീട് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടാണ് തളിപ്പറമ്പ് മുത്തേടത്ത് ഹൈസ്കൂളിൽ പിന്നീട് അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും അതിനുശേഷം പിന്നീട് CD സാഹിബ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവേശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം തളിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും പിന്നീട് നഗരസഭ അധ്യക്ഷനൊക്കെ മാറിയ കാലത്ത് തളിപ്പറമ്പ് നഗരത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറെ എന്നെന്നും ഓർക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം തളിപ്പറമ്പിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള വികസനങ്ങൾ മുന്നിൽ കണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ
ലോങ് ടേം പ്രൊജക്റ്റുകൾ ആവിഷ്കരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മേഖലയിൽ സർ സെയ്ദ് കോളേജ്, സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ അതിന്റെ തുടക്കകാലം മുതൽ അതിന്റെ ഭാരവാഹിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ മേഖലകൾക്ക് പുറമെ കാരുണ്യ മേഖലകളിലും നിസ്വാർത്ഥമായ സേവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തളിപ്പറമ്പ് പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള CH സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വന്നപ്പോൾ ആ ഒരു CH സെന്റർ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവച്ച ഒരു വ്യക്തിത്വമാണ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. പിന്നീട് 2011 VK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് തളിപ്പറമ്പ് നഗരത്തെ വിദ്യാഭ്യാസ ജില്ലയായി ഉയർത്തുന്നതിലും KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പങ്ക് വളരെ വലുതാണ്. അങ്ങനെ വിദ്യാഭ്യാസ നഗരവികസനം മേഖലകളിലൊക്കെ എണ്ണിയാലൊതുങ്ങാത്ത ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ തളിപ്പറമ്പുകാർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തളിപ്പറമ്പിന്റെ മണ്ണിൽ